മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹമുണ്ടാകും. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സുനിതാ ദേവദാസും CM മൗലവി ആലുവയും കൂടെ ചേർന്ന് നേരത്തെ നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ സുനിതാ ദേവദാസ് ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് ആ മൗലവി, ആലുവയിലുള്ള മൗലവി ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. CM മൗലവി അതിൽ പല കാര്യങ്ങൾ സംസാരിച്ചു വന്നതിൻ്റെ കൂട്ടത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി എന്താണ് ഇസ്ലാമിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താണെന്ന് മൗലവിയോട് ചോദിക്കുമ്പോൾ മൗലവി പിന്നെ അങ്ങോട്ട് നല്ല തള്ളുന്നു. ഒരു രക്ഷയില്ല. ഇസ്ലാമിക ലോകം ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മൗലവി തകർത്ത് വാരുകയാണ്. വല്ലാത്ത വാരലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്കാവാരി ചെളി കളഞ്ഞ് പിന്നെ ഇട്ട് അതിന് ശേഷം അത് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഈ കക്ക മൊത്തം മോശമാണെന്ന് പറഞ്ഞ രീതിയിലാണ്. കാരണം ഇസ്ലാമിക ലോകത്തുള്ള സകല പണ്ഡിതന്മാർക്കും പറയാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ടൊക്കെയാണ് മൗലവി പറയുന്നത്. ഇരുന്ന് പറയുമ്പോഴത്തേനും വളരെ സന്തോഷം തോന്നി. കാരണം ബൈബിള് കൈകടത്തിയതാണ്, ബൈബിള് ദൈവികമല്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് വേണ്ട പല കാര്യങ്ങൾ പല പണ്ഡിതന്മാരും, ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാരും ഘോരഘോരം പ്രസംഗിച്ച് മുമ്പോട്ടിടുമ്പോൾ പുള്ളി അതിൽ നിന്നും എന്തൊക്കെയോ ശകലം വ്യത്യസ്തനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി കേൾക്കുന്ന നിങ്ങൾക്കും ഇദ്ദേഹം വ്യത്യസ്തനാണോ അല്ലയോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഈ വോയിസുകൾ കേൾക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളി ഒന്ന് വിഴുങ്ങുന്നുണ്ട് കേട്ടോ. അത് ഈ ഇസ്ലാമിക ലോകത്ത് വിഴുങ്ങൽ ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും കടമെടുത്ത് സംസാരിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയോ ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരെ പറ്റിയോ അല്ലെങ്കിൽ വിശുദ്ധ മറിയെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തപ്പലും തടയലും വിക്കലും വിഴുങ്ങലും ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം എന്താ അറിയോ, ഈ മുഖപ്രകാശം അങ്ങോട്ട് ജ്വലിപ്പിച്ച് നിർത്തിയിട്ട് മതേതരത്വത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പലതും ജ്വലിപ്പിച്ച് നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് 100 കൂട്ടം ചോദ്യങ്ങൾ മുസ്ലിങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ തൗബ ചെയ്ത് ഒരുമാതിരി അങ്ങ് തൗബ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്ത് ചെയ്യും? വിഴുങ്ങലോട് വിഴുങ്ങല, വല്ലാത്ത വിഴുങ്ങല. അത് ഈ പെരുമ്പാമ്പ് ഇരയെ വിഴുങ്ങി ഒരു ഇരയെ വിഴുങ്ങി വേണമെങ്കിൽ ഒരെണ്ണത്തിനെയും കൂടെ വിഴുങ്ങാലോ എന്ന് വെച്ച് കിടക്കുന്ന പോലെ അങ്ങ് വിഴുങ്ങല. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്ക്. എപ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് മൗലവി വിഴുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നത്? ക്രിസ്തുവിനെ വളരെ ഖുർആൻ ഒരുപാട് പ്രവാചകരെ വോയിസ് കേട്ടല്ലോ. ഫസ്റ്റിലെ തന്നെ സുനിതാ ദേവദാസ് ചോദിച്ചതിന് ശേഷം ക്രിസ്തുവിനെ എന്ന് പറഞ്ഞിട്ട് സത്യമായതെന്തോ പറയാൻ വന്നതാണ്. വളരെ വ്യക്തമായിട്ട് സത്യമായതെന്തോ പറയാൻ വന്നിട്ട് പെട്ടെന്ന് അതങ്ങ് വിഴുങ്ങി. ശ്രദ്ധിച്ചാ നിങ്ങൾ? പെട്ടെന്ന് അതങ്ങ് വിഴുങ്ങി. അതൊരു വല്ലാത്ത വിഴുങ്ങലായിപ്പോയി. ശരിയല്ലേ? എനിക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടേക്കണേ. ഭയങ്കര വിഴുങ്ങലായിപ്പോയി. അത് എന്നാ വിഴുങ്ങലാന്ന് ഒരു പിടുത്തവുമില്ല. എന്തൊക്കെയാണല്ലോ അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു നാൾ ദൈവം അനുവദിച്ചാൽ നേരിട്ട് കാണുന്ന ദിവസം ഈ വോയിസ് ഒന്ന് കേൾപ്പിച്ചിട്ട് ഇവിടെ എന്താണ് നിങ്ങൾ വിഴുങ്ങിയെന്നൊന്ന് ചോദിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ചോദിക്കാം. ഇനി ആ വിഴുങ്ങൽ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം എന്താണ് അടുത്തത് പറഞ്ഞതെന്നുകൂടെ നോക്കാം. യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നത്? ക്രിസ്തുവിനെ വളരെ ഖുർആൻ ഒരുപാട് പ്രവാചകരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു 30-ൽ താഴെ 25 പേരെ നേരെ പേര് പ്രയോഗിക്കുന്നുണ്ട് ഖുർആനില്. 30-ൽ താഴെ പ്രവാചകരുടെ നാമങ്ങളും പ്രദേശങ്ങളുമാണ് പരാമർശിക്കുന്നത്. 1,25,000-ഓളം ദൈവദൂതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് മനുഷ്യാരംഭം മുതൽ ഇന്നേ വരെയും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഖുർആനിന്റെ വിലയിരുത്തൽ. അതാണ് ഇസ്ലാമിക ചരിത്രം, പ്രവാചക അധ്യാപനം. ഇസ്ലാമിലെ എല്ലാ ആൾക്കാരും തള്ളുന്ന തള്ളു തന്നെയാണ് ഈ തള്ളു. വേറെ തള്ളലൊന്നും വേണ്ട. ഈ ഇസ്ലാമിനെ തള്ളാൻ ഞങ്ങളുടെ പുസ്തകം തന്നെ മതി, വേറെ ആരെയും വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. 1,25,000 പ്രവാചകന്മാർ വന്നു എന്നാണ് ഖുറാനും ഇസ്ലാമിക ചരിത്രവും പ്രവാചകന്റെ അധ്യാപനവും എങ്കിൽ ഇത്ര ഉറപ്പും ശക്തിയുമാണോ നിങ്ങൾക്കുള്ളത്? 1,25,000 പ്രവാചകന്മാർ വന്നു എന്നുള്ള കാര്യത്തിൽ ഇസ്ലാമിക ചരിത്രം, പ്രവാചകന്റെ അധ്യാപനം, ഖുറാനും എല്ലാം അടിവരയിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിം ലോകമേ, മുസ്ലിങ്ങളെ എല്ലാവരോടും ചോദിക്കുകയാണ്, ഈ
25 പ്രവാചകന്മാരെ നേർക്ക് നേർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ പ്രവാചകന്മാർ 1,25,000 പ്രവാചകന്മാരിൽ 25 പേരെ നേർക്ക് നേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഈ കാര്യത്തിൽ ഖുറാൻ സത്യമാണെന്നും ഇസ്ലാമിക ചരിത്രവും സത്യമാണെന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രവാചകനായ മുസ്ലിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിന്റെ അധ്യാപനവും സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ 1,25,000 പ്രവാചകന്മാരിൽ ഈ 25 പേരെ നേർക്ക് നേർ പറയാത്ത ഒരു 10 പ്രവാചകന്മാരുടെ പേരൊന്ന് പറയാം. അവരേത് സമുദായത്തിലേക്കാണ് പോയത്, ആ സമുദായത്തിനെ തിരിച്ചു കൊണ്ടുവരാനുണ്ടായ കാരണം എന്ത്, ഏത് സമുദായമായിരുന്നു മോശക്കാരായി പോയത്, ആ സമുദായത്തിലേക്ക് പോയ പ്രവാചകന്മാർ ആരൊക്കെയാണ്, അവർക്ക് വല്ല കിതാബോ ഏടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക പദവികളോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടൊന്ന് വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് കേൾക്കുന്ന കാണുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം പ്രവാചകന്റെ അധ്യാപനം എന്ന് പറയുന്നത് ലോകത്ത് ഇതുപോലൊരു അധ്യാപകൻ വേറെ ഇല്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രാധാന്യമുള്ള, വരും കാലങ്ങളിൽ എല്ലാവർക്കും പ്രയോജനമുള്ള ചരിത്രം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഖുറാന്റെ കാര്യം പറയുകയും വേണ്ട. സകല ഗ്രന്ഥങ്ങൾ അള്ളാഹുവിന്റെ കഴിവുകേട് കാരണം അള്ളാഹു ഇറക്കിയിരിക്കുന്ന പല ഗ്രന്ഥങ്ങളും തിരുത്തി ആര്, ഭൂമിയിലുള്ള മനുഷ്യർ. അതുകൊണ്ട് ഈ ഖുറാൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗ്രന്ഥമാണ് എന്നൂടെ നിങ്ങൾ വെച്ചങ്ങോട്ട് താങ്ങുമ്പോൾ ഈ നേർക്ക് നേർ പറഞ്ഞ് 25 പ്രവാചകന്മാരല്ലാത്ത ഒരു 10 പ്രവാചകന്മാരുടെ പേര് അവരേത് സമുദായത്തിലേക്ക് പോയി, ആ സമുദായം ഏതൊക്കെയാണ് എന്നൊന്ന് പറയാൻ ഭൂമിയിൽ മുസ്ലിമായിട്ട് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിവ് തരണേ. 5 നേരം നിസ്കാരവും ഹജ്ജും നോമ്പും ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്നും അള്ളാഹു ഏകദൈവമാണെന്നും വിശ്വസിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഭൂമിയിൽ ഈ വിശ്വാസപ്രകാരം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനൊരു മറുപടി തരുമെന്ന്. ഇവരുടെ തള്ളല് കേട്ടാലുണ്ടല്ലോ, ഇവരുടെ തള്ളല് കേട്ട് കഴിഞ്ഞാൽ കൊച്ചി ഷിപ്പ്യാർഡിൽ വന്ന കപ്പല് തനിയെ സ്റ്റാർട്ടായിട്ട് കട്ടപ്പനയ്ക്ക് കയറിപ്പോ. മുസ്ലിങ്ങളെ തള്ളല് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കൊച്ചിയിൽ വന്ന വിദേശ രാജ്യങ്ങളിൽ കൊച്ചിയിലൊക്കെ തുറമുഖത്ത് വന്ന കപ്പലില്ലേ, അത് തന്നെ സ്റ്റാർട്ടായി എങ്ങാണ്ട് നിർത്തിയിടേണ്ട സാഹചര്യം വന്ന കപ്പൽ അങ്ങനെ ഓഫാക്കിയിടാറില്ല. എങ്കിലും ഓഫാക്കിയാൽ ഇനി അഥവാ കപ്പിത്താൻ അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ പോലും തന്നെ ഗിയർ വീണ് ഇത് നേരെ കട്ടപ്പനയ്ക്ക് കയറിപ്പോവും. ഉള്ള കയറ്റം എല്ലാം കയറി കട്ടപ്പന വേണമെങ്കിൽ ഇടുക്കി ഡാമിന്റെ മുകളിൽ ചെന്നിരിക്കുക. അമ്മാതിരി തള്ള, ഒരൊറ്റ തള്ളാണെന്ന് പറഞ്ഞ കണക്കാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 1,00,000 പരം പ്രവാചകന്മാരെ, എന്താ അവസ്ഥ. ഇനി അടുത്ത ക്ലിപ്പ് ഒന്ന് കേൾക്കാം. മുഹമ്മദ് നബി പ്രവാചക പരമ്പരയിലെ അവസാനത്തെ നബിയാണെന്നും മുസ്ലിമുകൾ വിശ്വസിക്കുന്നു. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. മനുഷ്യൻ, ഒരു ആള് പൂർണ്ണ മനുഷ്യനാകുന്നതിന് എന്തൊക്കെ ഉൾക്കൊള്ളണമെന്ന് പൂർണ്ണമായി പഠിപ്പിച്ച ഒരാൾ പ്രവാചകനാണ്, മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് ഇനിയൊരു നബിയുടെ ആവശ്യമില്ല എന്നാണ് മുസ്ലിം പക്ഷ വിശ്വാസം. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രവാചകരിലും വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ 6 ഘടകങ്ങളിൽ ഒന്ന് അള്ളാഹു, 2 അവന്റെ വേദഗ്രന്ഥങ്ങൾ. വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ സബൂർ വരും, തൗറാത്ത് വരും, ഇഞ്ചീൽ വരും, ഖുർആൻ വരും, നമ്മൾ അറിയപ്പെടാത്ത അബ്രഹാമിന്റെ ഏടുകൾ വരും. അങ്ങനെ ഒരുപാട് വേദങ്ങളുണ്ട്. ഈ വേദങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നതാണ് രണ്ടാമത്തെ വിശ്വാസം. ഇവിടെ പറയുന്നത് ഇനി പ്രവാചകന്മാര് ഇനിയും വരത്തില്ല, ഇനി ഒരു പ്രവാചകൻ വരത്തില്ല. കാരണം സകല മനുഷ്യർക്ക് വലിയ മൂല്യമൊക്കെ കൊടുത്ത ആളാണ് മുഹമ്മദ്. മുഹമ്മദിന്റെ മൂല്യങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈസ പ്രവാചകനായിട്ട് തന്നെയാണല്ലോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കയറിപ്പോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയൊരു പ്രവാചകൻ വരത്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഖുറാനും മുഹമ്മദിലും അള്ളാഹുവിലും ഖുറാനിലും എല്ലാം വിശ്വസിക്കുന്ന ടീമാണല്ലോ അഹമ്മദിയാക്കൾ, ഖാദിയാനികൾ. അവർ പറയുന്നത് അവർക്ക് മുഹമ്മദിന് ശേഷം ഒരു പ്രവാചകൻ വന്നു. ആരാണ്? മിർസാഖുൽ അഹമ്മദ് ഖാദിയാനി. അത് വേറെ ഒരു വിഷയം, അത് ബഹുരസമാണ്. അദ്ദേഹത്തിലേക്ക് ഈസ വന്നു, ഇതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങളോടായിട്ടുള്ള ഒരു സംശയമാണ്. അപ്പൊ ഈ ഈസ ഇനി രണ്ടാമത് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. കുരിശ് തകർക്കാനും പന്നിയെ കൊല്ലാനും ജിസ്യ നിർത്തലാക്കാനും ഒക്കെ ആയിട്ട് വരുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ ഈസ വരുമ്പോൾ എങ്ങനെയാണ്? ഈ പ്രവാചക പദവിയിൽ തന്നെയാണോ വരുന്നത്, അതോ പ്രവാചക പദവിയൊക്കെ മാറ്റിവെച്ച് മറ്റൊരു പദവി എടുത്തുകൊണ്ടാണോ വരുന്നത്? അതിനെന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത ക്ലിപ്പ് എന്താണെന്ന് നോക്കാം.
എല്ലാ പ്രവാചകരിലും വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ 6 ഘടകങ്ങളിൽ ഒന്ന് അള്ളാഹു, 2 അവന്റെ വേദഗ്രന്ഥങ്ങൾ. വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ സബൂർ വരും, തൗറാത്ത് വരും, ഇഞ്ചീൽ വരും, ഖുർആൻ വരും, നമ്മൾ അറിയപ്പെടാത്ത അബ്രഹാമിന്റെ ഏടുകൾ വരും. അങ്ങനെ ഒരുപാട് വേദങ്ങളുണ്ട്. ഈ വേദങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ വിശ്വാസം. 3 മുഴുവൻ നബിമാരെയും വിശ്വസിക്കണം. അതിൽ ഈസ ഒന്നാണ്, മൂസ ഒന്നാണ്, സക്കരിയ ഒന്നാണ്, യഹ്യ ഒന്നാണ്, ദിൽകിഫിൽ ഒന്നാണ്. ഇങ്ങനെ എണ്ണമറ്റ നബിമാരുണ്ട്. ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞു, നബിമാരുടെ ഇടയിൽ വിവേചനം നിങ്ങൾ കാണിക്കരുത്. ഇപ്പൊ വലിയ കാര്യമാണ് കേട്ടോ അത്. ഖുർആനിൽ ലാ നുഫർരിഖു ബൈന അഹദിൻ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചൊരു പദം. ഞങ്ങൾ ഈ നബിമാരിൽ ആരെയും വേർതിരിച്ച് കാണുകയില്ല, എല്ലാവരും ഞങ്ങൾക്ക് ഒന്നാണ്. ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, എല്ലാവരിലും വിശ്വസിക്കുന്നു, എല്ലാവരെയും പിൻപറ്റുന്നു. ഇതൊക്കെ ഒരു വലിയ മാനുഷിക കാഴ്ചപ്പാടാണ്. മനുഷ്യ ഇതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ, വേദഗ്രന്ഥങ്ങൾ സബൂർ, ഇഞ്ചീൽ, തോറ, ഖുറാൻ, പിന്നെ അറിയപ്പെടാത്ത ഏടുകൾ എല്ലാം വിശ്വസിക്കണം. അതെല്ലാം അവരുടെ ഉള്ളിലുണ്ട്. എല്ലാം ഭയങ്കരമായിട്ടുള്ള വിശ്വാസം അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ അറിയപ്പെടാത്ത ഏടുകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? കാരണം അറിയപ്പെടാത്ത സാധനത്തെ പറ്റി എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അല്ലെങ്കിൽ അത് ആരെങ്കിലും വായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരായിരുന്നു അത് എഴുതിയത്, അല്ലെങ്കിൽ ആ ഏടിൻ്റെ അകത്ത് എന്താണുള്ളത്, ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അറിയാത്തത് വിശ്വസിക്കണം. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. അല്ലാഹു ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കണം. അല്ലാഹു ഖുറാൻ്റെ അകത്ത് എവിടെയും അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആയത്ത് പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല. 1-114 അധ്യായമുള്ള ഖുറാൻ ആയത്തിൽ എവിടെയും കാണിച്ചു തരാൻ സാധ്യമല്ല. സബൂർ, ഇഞ്ചീൽ, തോറ, ഖുറാൻ അറിയപ്പെടാത്ത ഏടുകൾ, അറിയപ്പെടാത്ത ഏടുകൾ വിശ്വസിക്കണം. ആ ഏടുകൾ എന്തായിരുന്നു എഴുതിയിരുന്നത് അറിയാവോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതും അറിയപ്പെടാതെ അങ്ങനെ അങ്ങോട്ട് പോകട്ടെ അല്ലേ, അതായിരിക്കും നല്ലത്. പിന്നെ പറയുന്നത് ഇതാണ്, എല്ലാ നബിമാരെയും വിശ്വസിക്കുകയും അനുസരിക്കുകയും വേണം. അതോ വിശ്വസിച്ചാൽ മാത്രം മതിയോ, അതോ അനുസരിക്കുകയും വേണം? അപ്പൊ ഈ ലൂത്ത് നബിയും ദാവൂദ് നബിയും ഒക്കെ ചെയ്ത് അനുസരിക്കണം. കാരണം ഇവരുടെ ഒരു ഗതികേടാണ് ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിൾ ഇല്ലാതെ മുസ്ലിമിന് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന അവസ്ഥയിൽ എത്തിയ ഗതികേടിലാണ് ഇസ്ലാമിക ലോകം. ബൈബിളിൻ്റെ അകത്തുനിന്ന് ഇവർക്ക് എടുത്തു പറയാതെ, ഇവരുടെ ഖുറാൻ്റെ അകത്തുനിന്ന് ഒരു സാധനം ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റത്തില്ല. ബൈബിൾ ഉണ്ടെങ്കിൽ മാത്രമേ. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഖുറാൻ, ബൈബിൾ, ഖുറാൻ, ഹദീസുകൾ, ഇജ്മകൾ എന്ന് വേണ്ട ഇസ്ലാമിക സകല ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് ഇവർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകങ്ങൾ എടുത്തു വെക്കാതെ ഇവർക്ക് ഇസ്ലാമിനെ നേരെ നിർത്താൻ പറ്റത്തില്ല. അത് ഇവരുടെ കഴിവുകേടാണ്. എന്നിട്ട് എല്ലാ സ്ഥലങ്ങളിലും പറയും ബൈബിള് കൈകടത്തിയതാണ്, ഇഞ്ചിയിൽ നിന്നില്ല, തോറയിൽ നിന്നില്ല, സബൂറിൽ നിന്നില്ല, എല്ലാം നശിക്കപ്പെട്ടു, അതുകൊണ്ടാണ് ഖുറാൻ ഇറക്കിയതെന്ന് ഇവർ പറയും, മുസ്ലിങ്ങൾ പറയും. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു ചോദിച്ചോട്ടെ, സബൂർ, തോറ, ഇഞ്ചീൽ, അല്ലെങ്കിൽ തോറ, സബൂർ, ഇഞ്ചീൽ, ഇത് 3 മനുഷ്യർ കൈകടത്തിയത് കൊണ്ടാണ് ഞാൻ ഖുറാൻ ഇറക്കി നിന്നിലേക്ക് തരുന്നത് എന്ന് അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞു. ഒരു ഖുറാനായത്ത് തരാൻ പറ്റൂ? ഒരു ഖുറാനായത്ത് തരാൻ പറ്റൂ? നിങ്ങൾ പറയല്ലോ അല്ലാഹു സർവജ്ഞാനിയാണ്, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹുവിൽ സകലത് കൊണ്ട് അല്ലാഹുവാണ് സകലതും സൃഷ്ടിച്ചതെന്നൊക്കെ നിങ്ങൾ കള്ളത്തരം പറയുമ്പോൾ, തക്കിയടിക്കുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അല്ലാഹു അങ്ങനെ പറഞ്ഞ ഒരു ആയത്തുണ്ടെങ്കിൽ ഒന്ന് തരുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പറയുന്നത്, അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ പറയും, യഹ്യ അല്ലെങ്കിൽ സ്നാപയോഹന്നാൻ അവരുടെ വാദം അനുസരിച്ച് നമ്മളങ്ങ് സമ്മതിച്ചു തരികയാണ്. നിങ്ങളുടെ വാദത്തിനാണ്, എൻ്റെ വാദത്തിനല്ല. ഞാനിപ്പോഴും പറയുന്നുണ്ട്, ഖുറാൻ്റെ അകത്തെ ഒരു വള്ളി കൊണ്ടോ പുള്ളി കൊണ്ടോ കുത്തുകൊണ്ടോ കോമ കൊണ്ടോ ബൈബിളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. ബൈബിളിൻ്റെ 7 അയലത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളത്തില്ല നിങ്ങളുടെ പുസ്തകം എന്നുള്ളത് വേറൊരു വശം. അത് വേറൊരു കാര്യം. അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുറാൻ്റെ പരിസരത്ത് പോലും ബൈബിൾ വെക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ പറയുകയാണ്, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടുത്തേക്ക് ഒരു വള്ളി കൊണ്ടോ ഉത്തുകൊണ്ടോ കോമ കൊണ്ടോ ബൈബിളുമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിന് ഖുറാന് യാതൊരുവിധ ബന്ധവുമില്ല. ഇനി ബൈബിൾ അനുസരിച്ച് ഉള്ള സ്നാപയോഹന്നാനും നിങ്ങളുടെ യഹിയ എന്ന് പറയുന്ന ആളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ബൈബിൾ അനുസരിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നു. പക്ഷെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് യഹിയായും സ്നാപയോഹന്നാനും ഒക്കെ ഒന്നായതുകൊണ്ട് ആ വാദം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞാനങ്ങ്
സമ്മതിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിനല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വിഷമവും കണ്ണുനീരും ഒക്കെ ഒഴുകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് എന്ന് പറഞ്ഞതെന്ന് അറിയാവോ മൗലവി? അതും കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ? കാരണം നിങ്ങൾ ഈ ആവശ്യമുള്ളത് മാത്രം അങ്ങോട്ട് എടുത്ത് അരിമണി കുത്തി തിന്നിട്ട് ബാക്കിയുള്ളത് മൊത്തം ചകഞ്ഞ് ഇതാക്കുന്ന പരിപാടി കാണിക്കാതെ. കാരണം നിങ്ങൾ അത് പറഞ്ഞാൽ ഇസ്ലാം പൊളിയും. കാരണം ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പറഞ്ഞാൽ, വ്യാഖ്യാനമൊന്നും വേണ്ട, അതുപോലെ തന്നെ പറഞ്ഞാൽ പിന്നെ മുഹമ്മദിന്റെ ആവശ്യം പോലും ഇല്ല എന്നതാണ് സത്യം. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞാൽ, ഒരു മുസ്ലിം അതുപോലെ തന്നെ പറഞ്ഞാൽ പിന്നെ മുഹമ്മദിന്റെ ആവശ്യമില്ല, ഖുറാന്റെ ആവശ്യമില്ല, ഇവരുടെ പരലോകത്തിന്റെ ആവശ്യമില്ല, അള്ളാഹുവിന്റെ പോലും ആവശ്യമില്ല. പക്ഷെ ഇവർ പറയാത്ത എന്താണെന്നറിയാവോ? ഇവർക്ക് ഭയമാണ് പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. പിന്നെ വഴിയൊരുക്കാൻ വന്നവനാണ് സ്നാപയോഹന്നാൻ എന്ന് യേശുക്രിസ്തുവിനെ പറ്റി. അത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, സ്നാപയോഹന്നാൻ എന്തൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്, യേശുവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സക്കരിയ പ്രവാചകനെ ബൈബിളിൽ തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സഹോദരനാണ് യഹ്യ, സക്കരിയയുടെ മകനാണ് യഹ്യ. അപ്പൊ യഹ്യ ക്രിസ്തുവിനോന്റെ കാലത്ത് അദ്ദേഹത്തിന് പാതയൊരുക്കുന്നതിന് നിയുക്തനായവനാണ്. അവരെ മത്തായിയുടെ സുവിശേഷം 3:11-12. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയും ചെയ്യും. മനസ്സിലായോ? ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഇതെവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചാൽ മതി. വളരെ വ്യക്തമായിട്ട് അവിടെ കിടപ്പുണ്ട്. വീശൂറ അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി വെക്കുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, കുട്ടനാട്ടിലൊക്കെ ഈ മിഷനൊക്കെ വരുന്നതിന് മുമ്പ് നല്ല കാറ്റുള്ള സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ഇത് നെല്ലെടുത്തിട്ടിട്ട് ഇങ്ങനെ പാറ്റും. അപ്പോൾ കാറ്റ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കനമുള്ളത് നല്ല നെല്ല് താഴിലേക്കും വീഴും, അല്ലാത്ത ഉള്ളത് പതിര് അപ്പുറത്തേക്ക് മാറി വീഴുകയും ചെയ്യും. അത് പിന്നീട് എടുത്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെല്ല് പുഴുങ്ങുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? കത്തിക്കാൻ വേണ്ടി ഇടും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഈ ആശയങ്ങളൊക്കെ ഓരോ സ്ഥലത്തും ഓരോ ജോലിയുടെ മേഖലകളിലും ചെയ്യുന്ന ആശയങ്ങളൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഇതിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പക്ഷെ ഇതൊന്നും അവർ പറയത്തില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമല്ലേ? കാരണം ഇസ്ലാമിന്റെ കടയ്ക്ക് കത്തി വെക്കുന്ന അവസ്ഥയാകത്തില്ലേ? സുവിശേഷം 1:23 പറയാണ്, അതിന് അവൻ, യേശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യേശയ്യാവെന്ന പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് എന്ത്? കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, സർപ്പസന്തതികളെ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ വിളിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, വഴി നേരെയാക്കാൻ ഒരുവൻ വരുന്നുണ്ട്, അതിനു മുമ്പേ നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ കെടാത്ത തീയിലേക്ക് വീണു പോകരുത്, നിങ്ങളെ അവിടെ ചുട്ടുകളയും. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ ഖുറാന്റെ അടിസ്ഥാനത്തിൽ തെളിവ് വരികയാണ്. ഒന്ന്, ഖുറാന്റെ അകത്ത് ഹദീസുകൾ വായിക്കുമ്പോഴത്തേനും ഒരു മനുഷ്യനെ തീയിട്ട് കൊല്ലാൻ നേരം മുഹമ്മദ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയാണ് ഒരു മനുഷ്യനെ തീയിലിടുക എന്നുള്ളത്, മനുഷ്യന്റെ അല്ല. അതുകൊണ്ട് ആരെയും കത്തിച്ച് കളയരുത്, തീയിൽ ഇടരുതെന്ന്. ഇവിടെ ആദ്യമേ വായിച്ച മത്തായിയുടെ സുവിശേഷം 3:11-12 വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് അറിയാം എന്ത്? ഇല്ലാത്തതിന് എന്ത് ചെയ്യുന്നു? അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പര് പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായവിധി ദിവസത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെറിയൊരു സൂചന പോലെ കൊടുത്തു വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പറയാണ്, നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. ആര്? സ്നാപയോഹന്നാൻ പറയുന്നത് ആ കർത്താവിന്റെ വഴി നേരെയാക്കുവാൻ. കർത്താവിന്റെ വഴി നേരെയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളഞ്ഞും പുളഞ്ഞും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് പറയുന്നത് വഴി നേരെയാക്കുവാൻ കർത്താവുണ്ട്. അതിന് മുമ്പേ നിങ്ങളോട് പറയാണ് മാനസാന്തരപ്പെടാൻ. ഇതൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 1:24 മുതലൊക്കെ വായിച്ചു വരുമ്പോഴത്തേനും അവിടെ കാണുന്ന ഒരു സംഭവമുണ്ട്. അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, നീ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്ന എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്.
എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഇപ്പം ഇവിടെ നിങ്ങളിത് വായിച്ചിട്ടുണ്ട്, ഇനി വായിക്കാത്തവരോട് പറയുന്ന കാര്യമാണ്. സ്നാപയോഹന്നാൻ പറയുകയാണ്, അവരോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല. ഇനി ആ പ്രവാചകൻ മുഹമ്മദ് ആണെന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ കുറേ കൂട്ടത്തിലുണ്ട് കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകൻ മുഹമ്മദാണ്. എൻ്റെ പൊന്നെ, അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദിനെ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിട്ടില്ല. കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലനെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അപ്പോസ്തലന് എഴുതിയിരിക്കുന്ന ലേഖനത്തിൻ്റെ അകത്തെ 15 കൂട്ടം കാര്യങ്ങളിൽ മുഹമ്മദ് പെട്ടിട്ടുണ്ട് എന്നുള്ളത് ദുർനടപ്പ്, ദുഷ്ചിന്ത എന്ന് വേണ്ട ഇതിൽ പെട്ടിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റും. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇവരുടെ പൗലോസ് അപ്പോസ്തലനോടുള്ള ഇവർക്കുള്ള ദേഷ്യം. ഇവിടെ പറയുകയാണ്, എന്നാൽ നിങ്ങളെ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. യേശുക്രിസ്തു ആ ജനങ്ങൾക്കിടയിൽ അപ്പോഴും അവിടെ ഉണ്ടെങ്കിലും ഇതെന്തിനു വന്നതാണ് എന്നുള്ളതിനെപ്പറ്റി ആർക്കും അറിയില്ല. ഒരു ദിവ്യ പൈതൽ അവിടെ ഉണ്ടെന്നറിയാം, പക്ഷെ എന്തിനുള്ളതാണെന്നറിയില്ല. അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 32 വരെ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രയേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവൻ്റെ മേൽ വസിച്ചു. ഇവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമാണ്. മൗലവി എല്ലാം പറയുമ്പോൾ ഇതൂടൊക്കെ പറയണ്ട മൗലവി, ഞാൻ എന്താ അതൊക്കെ അങ്ങ് വിഴുങ്ങുന്നത്, ഇതൂടൊക്കെ അങ്ങ് പറയണ്ടേ. ഇവിടെ പറയാണ്, യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതെ, ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപത്തെ ചുമന്നുകൊണ്ട് എൻ്റെ കർത്താവ് ക്രൂശിൽ കയറി, അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് അവിടെ കയറി പാപത്തിന് പരിഹാരമായി തീർന്നു, സകല മനുഷ്യരെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് ക്രൂശിൽ കയറി. ഇനി പാപം ഒരു മനുഷ്യനിലും പാപമില്ല എന്നല്ല, അത് ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? ചിന്തകളിൽ, വിചാരങ്ങളിൽ, പ്രവൃത്തികളിൽ പാപം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കൽപ്പന തന്നെയുണ്ട്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കയറി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്, അത് സകല മനുഷ്യ പാപം. അതുകൊണ്ട് ഇനി എന്തും ചെയ്യാം, കർത്താവ് ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത് എന്നത് വളരെ വ്യക്തമായിട്ട് പറയാണ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തു വന്നത് അതിനാണ്. അതൊന്നും ഇവർ പറയത്തില്ല കേട്ടോ. കാരണം അല്ലാഹുവിനാണല്ലോ പാപം ചുമക്കാനുള്ള അധികാരമുള്ളത്. പിന്നീട് വായിക്കുമ്പോഴത്തേനും അതിൻ്റെ 1-ാം അധ്യായം തന്നെ 33 മുതൽ 36 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാർ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾ കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇസ്ലാം തീർന്ന്. ഇവർ പറയില്ല. കാരണം ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ഇവർ പറയുന്ന ഈസയെ പറ്റി ഖുറാനിലോ ഹദീസിലോ ഇങ്ങനൊന്നും പറയുന്നില്ല. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് എൻ്റെ കർത്താവിനെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് സ്നാപയോഹന്നാനും മറ്റുള്ളവരും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇവർ പറയുന്ന കാര്യത്തിന്മേൽ ഒരു കാരണവശാലും എന്തായിത്തീരത്തില്ല, അങ്ങോട്ട് യോജിപ്പ് വരത്തില്ല. കാരണം ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി, ഈസയെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. ഈസ വന്നത് ഭക്ഷണങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ഈസ ഇനിയും വരുന്നത് പന്നിയെ കൊല്ലാനും കുരിശ് തകർക്കാനും ജിസ്യ നിർത്തലാക്കാനും ഒക്കെയാണ്. ഇങ്ങനൊരു കാര്യം, ലോകത്തിന്റെ പാപം ചുമക്കുന്നവനാണ് ഈസ, ലോകത്തിന്റെ സകല മനുഷ്യൻ പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റവനാണ് ഈസ എന്നൊരു കാര്യം ഇവർക്ക് ഖുർആൻ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ഇവർ ഇസ്ലാം തകർന്നു. കാരണം ഇവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുകയാണ്. വേറെ ഒന്നുമല്ല, വിശുദ്ധ വേദപുസ്തകത്തിനെതിരായിട്ട് ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ഖുർആനാണ്. കാരണം ക്രിസ്തീയ വിശ്വാസികളായ, സത്യക്രിസ്ത്യാനികളായ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തയെന്ന് പറയുന്നത് വേറൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ് ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്,
ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ക്രൂശിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, പാപത്തിന് പരിഹാരമായിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞു വന്നാൽ അത് വിശുദ്ധ വേദപുസ്തകത്തിന് എതിരായിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിലേക്ക് നിങ്ങൾ സ്നേഹത്തിൽ പോലും അങ്ങോട്ട് പോയി സംസാരിക്കാൻ ഇടവരരുതേ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് അള്ളാഹുവാണ് പാപം മുഴുവൻ വലിച്ചെടുക്കുന്ന പറയും. ഈ കാവയിലെ കറുത്ത കല്ല് എങ്ങനെ കറുത്തു പോയത്? കാവയുടെ ദൈവം അനുവദിച്ചാൽ കറുത്ത കല്ലിനെ പറ്റി അടുത്ത എപ്പിസോഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എങ്കിലും ഈ മൗലവിക്ക് ബൈബിളിൻ്റെ അകത്തെ വിശുദ്ധ മറിയവും ഖുറാൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മറിയവും തമ്മിലുള്ള ഒരു പഠനവും കൂടെ നടത്തിയതിന് ശേഷം ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഈ കാവയിലെ കറുത്ത കല്ല് ഇതെല്ലാം ചെയ്യും, പാപവും വലിക്കും, അന്ത്യനാളിൽ ശുപാർശ ചെയ്യും എന്ന് വേണ്ട, ഈ കറുത്ത കല്ല് അന്ത്യനാളിൽ വന്ന് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ലേ അല്ലാഹുവാണ് പാപം വലിച്ച് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ഈ കറുത്ത കല്ല് എങ്ങനെ കറുത്തു പോയത്? വെളുത്ത കല്ലായിരുന്നല്ലോ, സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വെളുത്ത കല്ലായിരുന്നല്ലോ. അതങ്ങ് കറുത്തു പോയതിൻ്റെ കാരണം എന്താ? അത് ഈ മുസ്ലിങ്ങളുടെ പാപം വലിച്ചെടുത്തുകൊണ്ടല്ലേ. അപ്പം ഈ അള്ളാഹു പാപം വലിച്ചെടുത്തു, വെളുത്ത കല്ല് കറുത്തു പോകാനുള്ള കാരണം എന്താ? മുസ്ലിങ്ങളുടെ പാപമാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കളർ എന്തായിരിക്കും? കല്ല് ഇത്രയും കറുത്തു പോയല്ലോ, അപ്പം ഈ അള്ളാഹുവിൻ്റെ കളർ എന്തായിരിക്കും? കല്ല് വേറെ പല പരിപാടിക്കും ഉപയോഗിച്ച കല്ലാന്നുള്ള വേറൊരു വശം. പക്ഷേ യേശു പാപമോചനം തരുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വിഷമവും കോപവും പ്രയാസവും ബുദ്ധിമുട്ടും, ഇവർക്ക് അങ്ങ് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കറുത്ത കല്ല് ഒരു കുഴപ്പമില്ല, കാവയിലിരിക്കുന്ന കറുത്ത കല്ല് ഇവരുടെ പാപവും വലിച്ചെടുക്കും, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇവർ വന്നിട്ട് പറയുന്ന ഒരു തക്കിയുണ്ട് കേട്ടോ, ആ കല്ലിന് പ്രത്യേക ശക്തിയൊന്നും ഇല്ലാന്ന്. ശക്തി ഉണ്ടെന്നും ആ കല്ലിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടെന്നും ആ കല്ലിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും മറ്റുള്ള ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കെ ഒരു ഹദീസ് എടുത്തുകൊണ്ട് വന്നിട്ട് പറയും ആ കല്ലിന് വലിയ പ്രത്യേകതയൊന്നും ഇല്ല എന്നാണ് പ്രവാചകൻ പറയും. ബാക്കി ഇഷ്ടംപോലെ ഹദീസുകൾ വേറെ, ചരിത്രങ്ങൾ വേറെ. തക്കിയടിക്കാൻ ഇവർക്ക് യാതൊരുവിധ കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർക്ക് തക്കിയാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് കോപം പ്രയാസമൊക്കെ വരുന്നത് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള ഭാഗമുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇവിടെ വളരെ സന്തോഷകരമാകുന്ന ഒരു വാക്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യേശുവിൽ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട്. ഈസയിൽ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ടോ? നിങ്ങൾ യേശു ഈസ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. ഇതെല്ലാം സ്നാപയോഹന്നാൻ പറഞ്ഞിരിക്കുന്ന, കർത്താവിൻ്റെ വഴിയൊരുക്കാൻ വന്നിരിക്കുന്ന സ്നാപയോഹൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് യോജിച്ചു വരുന്ന വാക്യങ്ങളാണ് ഈ പറയുന്നത്. ഈസയിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ ലഭിക്കുമോ? ലഭിക്കുകയല്ല. ഇനി ഏകജാതനായ പുത്ര വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യം, ഒരു മനുഷ്യൻ പോലും, അത് യഹൂദൻ എന്നില്ല, യവനെന്നില്ല, ഇസ്ലാം എന്നില്ല, ഹിന്ദു എന്നില്ല, സിഖ് എന്നില്ല, പാഴ്സി എന്നില്ല, ആരും എന്നില്ല, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മനസ്സിലായോ? എൻ്റെ കർത്താവായ യേശുക്രിസ്തു സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ വസിച്ചവനായ, ആ മഹത്വത്തിൽ വസിച്ചവനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് തരുവാൻ, മനുഷ്യരുടെ പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ, ദൈവപുത്രനെ തരുവാൻ, ദൈവം തൻ്റെ പുത്രനെ തരുവാൻ അത്രത്തോളം ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിൽ കിടക്കുന്ന മുസ്ലിങ്ങളായ നിങ്ങളോട് പറയുകയാണ്, ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അപ്പോൾ ലോകത്തെ വിധിക്കാൻ വേണ്ടിയല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. ആ ലോകത്തിൽ പ്രിയ മുസ്ലിങ്ങളെ നിങ്ങളുമുണ്ട്, എന്നെ കേട്ട എല്ലാവരും ഉണ്ട്. ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നാശത്തിൻ്റെ പടുകുഴിയിൽ നരകത്തിലേക്ക് പോയി വീണ് അവിടെ വെന്തരിയാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളായി നിത്യജീവൻ പ്രാപിച്ച് ആ ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ഒരുപാട് നേർച്ചയോ കാഴ്ചയോ കർമ്മങ്ങളോ ഒന്നുമില്ല. ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിനും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ പാലിച്ചുകൊണ്ട് സ്നാനമേറ്റ് ഒരു പുതു സൃഷ്ടിയായി തീരുവാൻ സാധിക്കും. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല, കർത്താവായ യേശുക്രിസ്തു എന്ന നാമം.
ആ നാമത്തിൽ വിശ്വസിക്കുക. കാരണം ഈ ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രയെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെടുവാൻ, അനേകർ നശിച്ചു പോകാതിരിപ്പാൻ, അനേകർ നാശത്തിലേക്ക് പോകാതിരിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ആ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച് ഏവരും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ഈ ലോകത്തിലുള്ള നമ്മളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ നശിച്ചു പോകാതെ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ ഇതാ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ആ ബുദ്ധി ഉപദേശം നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.